ഇത് ഫാദർ മാണി മേൽവട്ടം. വിശ്വാസതീഷ്ണമായ ജീവിതം കൊണ്ട് ഒരു ജനതയെ മുഴുവൻ ഒരുമിപ്പിക്കുന്ന ഇടയശ്രേഷ്ഠൻ. കാസർഗോഡ് സപ്തഭാഷാ സംഗമഭൂമി, വിഭിന്ന സംസ്കാരങ്ങളുടെ ഭൂമിക. പൂർവചരിത്ര സ്മരണകൾ ഉറങ്ങുന്ന കാസർഗോഡിന്റെ മണ്ണിൽ ക്രിസ്തീയ കുടിയേറ്റത്തിന്റെ വേരുകൾ വളരാൻ തുടങ്ങിയിട്ട് അധികമേറെ കാലമായിട്ടില്ല. 1980കളുടെ അവസാനമാണ് കാസർഗോഡിന്റെ മണ്ണിൽ മരുപ്പച്ച തേടിയിറങ്ങിയവരുടെ കുടിയേറ്റ ചരിതം ആരംഭിക്കുന്നത്. നാടും വീടും വിട്ട് പുതിയ മണ്ണിൽ കാൽകുത്തിയവർ പലവിധമാണ്. തലശ്ശേരി അതിരൂപതയുടെ ഭാഗമായ കാസർഗോഡ് ഇന്നും ക്രിസ്തീയ പിന്നോക്ക മേഖലയാണ്. കർണാടക സംസ്ഥാനത്തോട് ചേർന്ന് കിടക്കുന്ന കാസർഗോഡിൽ കൊങ്ങിണി ഭാഷയിൽ ലത്തീൻ കുർബാനയാണ് അക്കാലത്തുണ്ടായിരുന്നത്. ഒരു മലയാളം കുർബാന ഇവർക്ക് സാധ്യമാകുന്നത് വർഷത്തിലൊരിക്കൽ നാട്ടിൽ പോകുമ്പോഴായിരുന്നു. അതുമല്ലെങ്കിൽ അന്നത്തെ ഏക ധ്യാനകേന്ദ്രമായ കോട്ടയിൽ പോകുമ്പോഴായിരുന്നു. ഏതു കുടിയേറ്റ പ്രദേശത്തെയും പോലെ കാസർഗോഡിന്റെ കുടിയേറ്റ ചരിത്രത്തിലും നോവുകാലത്തിന്റെ കഥനങ്ങൾ പറയാനുണ്ട്. കാട്ടാറും കാട്ടുമൃഗങ്ങളും വിഹരിച്ച കാനനഭൂവിലേക്ക് സ്വപ്നങ്ങൾ ചുമടായി ചുമലിലേറ്റിക്കൊണ്ടുവന്ന സ്വപ്നാടകർ, വിതച്ചത് കൊയ്യാനാവാതെ പകലിരിവുകളിലേക്ക് പകച്ചു നോക്കിയ ആ കാലം, പ്രകൃതിയുടെ പകിടകളിക്ക് മുന്നിൽ പരാജയപ്പെട്ട് പടിയിറങ്ങി പുതിയ മരുപ്പച്ചകൾ തേടി ചിലർ യാത്രയാകുമ്പോഴും ഈ ഭൂവിൽ വിതച്ചത് താൻ കൊയ്യും എന്നുറപ്പോടെ ബാക്കി വന്നവർ മുന്നിട്ടിറങ്ങി. കാലങ്ങൾക്കിപ്പുറം വിശ്വാസതീഷ്ണതയിലെ യാഗാലയം തീർക്കുവാൻ ഇവർ ഒരു മെയ്യായി, ഒരു മനസ്സായി. ആ ശ്രമം ഫലം കണ്ടു. കാസർഗോഡിന്റെ നിറകയിൽ അവരൊരു ദേവാലയം പണി കഴിപ്പിച്ചു. സെന്റ് ജോസഫിന്റെ നാമത്തിൽ ഇവർ ഈ ദേവാലയത്തിൽ ഒത്തുകൂടി ദിവ്യബലി അർപ്പിച്ചു. കാസർഗോഡ് ജനതയുടെ ചിരകാല സ്വപ്നം പൂവണിഞ്ഞതിൻ്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഇന്ന് ഈ ജനത. ഇന്നും അനേകം കിലോമീറ്റർ ദൂരത്തിൽ ചിതറിത്താമസിക്കുന്ന വിശ്വാസ സമൂഹത്തിന്റെ സമാശ്വാസത്തിനായി മറ്റ് 2 ദേവാലയങ്ങൾ കൂടി ഇവർ പൂർത്തീകരിച്ചു. ആത്മീയദാഹാർത്തരായ ഈ ജനതയ്ക്ക് പുതിയ ദൈവീക ദർശനങ്ങൾക്ക് ഈ ദേവാലയം വഴിയൊരുക്കി. പെയ്തൊഴിഞ്ഞുപോയ ആ പഴയ കാലത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു ഇന്നിവർ. കാസർഗോഡ് സ്റ്റേഷൻ ചർച്ചായ കൊസങ്കടിയിൽ ഞങ്ങൾ 1.5 വർഷമായി ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നു. ഇടവകയുടെ വിശുദ്ധ കുർബാനയുടെ കുട്ടികളെ സജീവമായി പങ്കെടുപ്പിക്കുന്നതിലും വിശുദ്ധ കുർബാനയിൽ ഗാന ശുശ്രൂഷകളിലുമൊക്കെ നേതൃത്വം നൽകുന്നു. അതുപോലെ തന്നെ കാറ്റക്കിസം എടുക്കുന്നതിലും ഭക്തസംഘടനകളിലൊക്കെ ഞങ്ങൾ സജീവമായി പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ തന്നെ ഇടവകയുടെ വാർഡ് പ്രാർത്ഥനകളിലും മറ്റ് ദിവ്യകാരുണ്യ പ്രദർശനത്തിലൊക്കെ ഞങ്ങൾ ഇവിടെ വന്ന് ജനങ്ങളെ കൂടുതൽ അതിലേക്ക് നയിക്കുവാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങളെയൊക്കെ തിരുബാലസഖ്യത്തിലും അതുപോലെ മിഷൻ ലീഗിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങളിലൊക്കെ കൂടുതൽ സജീവമായി കൊണ്ടുവരുവാൻ ഞങ്ങൾ ഈ ഇടവകയിൽ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഈ ഇടവകയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരെ മുൻപ് ലാറ്റിൻ ചർച്ചിലെ ക്രമങ്ങളാണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നിന്നും പലതരം ഭാഷകളുടെ സംഗമഭൂമിയായി ഇവിടെ കന്നഡയും മലയാളമൊക്കെ പല മീഡിയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളെ അവരുടെ ഭാഷകൾക്കെല്ലാം അനുസരിച്ച് ഇവിടെ വേദപാഠം ക്രമീകരിക്കുവാനും കുട്ടികളെ നല്ല രീതിയിൽ വിശ്വാസത്തിലെ വളർച്ചയെ മുന്നോട്ട് നയിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങളാണ് ഞങ്ങൾ കൂടുതലായി ചെയ്തു വരുന്നത്. 27 കിലോമീറ്റർ യാത്ര ചെയ്ത് ഞായറാഴ്ചകളിലും അതുപോലെ ആദ്യ വ്യാഴാഴ്ചകളിലുള്ള ദിവ്യകാരുണ്യ പ്രദർശനത്തിലും ആരാധനകളിലും നൊവേനകളിലൊക്കെ ഞങ്ങൾ ഇവിടെ കടന്നു വന്ന് ശുശ്രൂഷ ചെയ്യുന്നു. സെൻറ്റ് ജോസഫ് ചർച്ച് കാസർഗോഡിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കേരളത്തിൻ്റെ തന്നെ ഏറ്റവും വടക്കേറ്റത്ത് കേരള കർണാടക അതിർത്തി പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന സീറോ മലബാർ സഭയുടെ തലശ്ശേരി അതിരൂപതയിലെ ഏറ്റവും വടക്കേറ്റത്ത് കിടക്കുന്ന കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്ത് കിടക്കുന്ന സ്വതന്ത്രമായ സ്റ്റേഷൻ പള്ളിയാണ് ഉണ്ണീശോയുടെ നാമധേയത്തിൽ പ്രവർത്തിക്കുന്ന ഈ ദേവാലയം. 40ഓളം കുടുംബങ്ങളാണ് ഈ ഇടവകയിലുള്ളത്. എല്ലാ വ്യാഴാഴ്ചയും ഞായറാഴ്ചയും ദിവ്യ കുർബാനയുണ്ട്. വ്യാഴാഴ്ച ദിവ്യ കുർബാനയ്ക്ക് ശേഷം നൊവേനയും എല്ലാ മാസ ആദ്യ വ്യാഴാഴ്ച ദിവ്യ കുർബാന സ്വീകരണവുമുണ്ട്. 2013 ജൂൺ 26 തീയതിയാണ് ഈ ദേവാലയത്തിൻ്റെ കുദാശ കർമ്മം നിർവഹിച്ചത്. ഏകദേശം 20 വർഷത്തോളം ആയി ഈ ദേവാലയത്തിൻ്റെ പരിധിയിലുള്ള കുടുംബങ്ങൾ വന്നു ചേർന്നിട്ട് കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലുള്ള കുടുംബങ്ങൾ, ആളുകൾ ജോലി സംബന്ധമായും കൃഷി സംബന്ധമായും ഇവിടെ എത്തി അവരുടെ മതപരമായ കാര്യങ്ങൾ ഇതുവരെ ഈ പള്ളിയുടെ കുദാശയ്ക്ക് മുമ്പ് വരെ നിർവഹിച്ചു പോകുന്നത് മംഗലാപുരം രൂപതയുടെ കീഴിലുള്ള അവർ ലേഡി ഓഫ് മേഴ്സി ചർച്ച് മഞ്ചേശ്വരം ഇടവകയിലായിരുന്നു. ഞങ്ങളെല്ലാവരെയും ഒരു സ്വപ്നമായിരുന്നു ഒരു ദേവാലയം, സീറോ മലബാർ സഭയുടെ ആരാധനാക്രമത്തിലുള്ള ദേവാലയം എന്നുള്ളത് ഞങ്ങളുടെ സ്വപ്നമായിരുന്നു. ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് 2013 ആദ്യം കാസർഗോഡ് ഇടവകയിലെ വികാരിയായിരുന്ന റവൻ ഫാദർ ആൻ്റണി പുന്നൂരിനെ ഞങ്ങൾ സമീപിക്കുകയും അദ്ദേഹം മുൻകൈയെടുത്ത് അന്നത്തെ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോർജ് വലിയമറ്റം പിതാവിനെ ഞങ്ങൾ കാണുകയും അദ്ദേഹം വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ഈ ദേവാലയത്തിൻ്റെ ആദ്യപടി എന്ന നിലയിൽ ഇവിടുത്തെ സ്ഥലം 85 സെൻറ്റ് സ്ഥലം ഞങ്ങൾക്ക് വാങ്ങിത്തരുവാൻ മുൻകൈയെടുക്കുകയും അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട അന്നത്തെ വികാരിച്ചതിൻ്റെ നേതൃത്വത്തിൽ ഉടൻ തന്നെ പള്ളിയുടെ നിർമ്മാണം 2013 ആദ്യം ഞങ്ങൾ തുടക്കമിടുകയും ചെയ്തു. 2013 ജൂൺ 26 കൂടി തന്നെ 6 മാസത്തെ കാലയളവിൽ തന്നെ ഈ മനോഹരമായ ദേവാലയം ദൈവകൃപയാൽ ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. പവിഴമുത്തുമാലയും തിരി അലങ്കരിച്ച പന്തൽ
മൂവരോരുവന്റെ കൽപ്പന കൊണ്ട് തിത്തിരി തര മുൻപിനാലുണ്ടായ പള്ളിയിടത്ത് ദിതി അതിയെ മുൻപൂശി ലോമോൻ ചമച്ച തിത്തിരി തരാലയം ഭാഷയിൽ കണ്ടോരു ചോഴൻ തിഥി ആയതുപോൽ തന്നെ നമുക്കുമിങ്ങ് തിത്തിരി തരാതരാലൊന്നു ചമയ്ക്കവേ തകൃതിത്തിയെത്തി. കടലും കരയുമൊരു പോൽ വഴിയായി ചെയ്തെത്തി കയ്യാർ മരുവുന്നവ വനെ തുണനി ചെയ്തെത്തി കരുണ കടലേ കടലിൽ നിന്നെന്നെ ചെയ്തെത്തി കര കൊണ്ടുതകേണം കാര്യമിതെന്നെ ചെയ്തെത്തി ഇരുതാരമായുള്ളവ വചനം ചൊല്ലി ചെയ്തെത്തി കര ചേർന്നരുളാൽ ഗീത തീയന്തി തക്കവരോടു ചേർന്നു തീയന്തി ദിക്കു പുക്കതിലവരു ഉഴറുന്നപ്പോൾ തീയന്തി ദിക്കു പുക്കതിലവരു ഉഴറുന്നപ്പോൾ തീയന്തി തിറമോടി കർത്താവു കണകപ്പെട്ടു തീയന്തി തിറമോടി കർത്താവു തിത്തിത്തകതത്തകൃതിത്തിയെത്തി. അരുൾ ചെയ്തിതാചാരമേ എങ്കോ നിന്നേന്നു മോദിത്തി അറിയുന്നു മതേന്തിന്നുമോ മുതലേതേന്നു മോദിത്തി അതിനീക കാരണമേ എങ്ങനേന്നു മോദിത്തി അതു പൊഴുതായവര അറിയിച്ച പൊളൊതിത്തി വിധമീതു നീ അറിക അരജൻ ചോഴനൊതിത്തി വിധി വിഷയം പ്രതിയ അടിയാർ വന്നോദിത്തി കഴിവതിനൗവനമേ എന്നരുൾ ചെയ്വനൊതിത്തി കരുതിയതിന്നൊരു വഴിയെ പോവനൊതിത്തി ഇവരിതു ചൊന്തതിനു ഉത്തരമൻ പലൊതിത്തി ഇടമത് മാറരുൾ ചെയ്തു മാറനൊതിത്തി ഇടമതിൽ നിന്നൊരു നാഴിക മുൻപി ഒതിത്തി ഇടമതിൽ നിന്നൊരു തച്ച തകൃതിത്തിയെത്തി. മരമൊടു കല്ലുകൾ കനകം വെള്ളി മനമിയലും പടിച്ചെമ്പും ഇരുമ്പും മറ്റും പാലവ വേണ്ടും പണികൾ മഹിമയോടരിമകളെല്ലാം ചെയ്യും ഇത്തരമുത്തരമായുള്ള വചനം ഇച്ചവരും പടി കരുതിയുറച്ച് തക്കിടകൃതി താക്കിതങ്കം തരികിടകൃതി താക്കിതങ്കം തക്കിടകൃതി തരികിടകൃതി തക്കിത്തങ്കം തളാങ്കു തരികിടത്തും ഇന്ത്യതീതും ഇമ്പമോടരുപികൾ തിരുമനസാലെ ഇയൽ വഴി തീകുതി വിശ്വമിടങ്കയിലായവനൊരുവൻ വിധിയുടെ അരജൻ തിരുമുൻപാകെ തക്കിടകൃതി തകത തേ തിക്കിടകൃതി തികിത തേ തക്കിടകൃതി തകത തേ തിക്കിടകൃതി തികിത തേ തക്കിടകൃതി തക്കിത്തേര തക്കിടകൃതി വിശ്വമിടങ്കയിലായവനൊരുവൻ വിധിയുടെ അരജൻ തിരുമുൻപാകെ വിധി പോലെ വാതാകൃതി തത്തേ. ഇവണ്ണം കേട്ടും കീഴായവരെ ഇവരെ കൊണ്ടൗവണ്ണം വീണമെന്ന് ഇണ്ടൽ പേരുത്തുവി ലിച്ചു ചോഴൻ തമ്പി വാ അണയത്തെന്ന് തമ്പിയും താനുമായി വേണ്ടുവോളം കാര്യങ്ങളെ ചിന്തിക്കുന്നു അല്ലലായി രാജനി വന്നം ചൊന്നാൽ എന്നോടെ തമ്പി നീ കേൾക്ക വേണം തരമിപ്പോൾ നമ്മുടെ വാഴ്ചകാലം
പെട്ട പോൽ പേട്ടിട്ടി എല്ലാവർക്കും മുൻപേ നടുവാഴുന്ന നൃപന്മാർക്കാർക്കും നടക്കേടിതുപോലെ വന്നിട്ടില്ല. നടീനി ഞാൻ വാഴ്വാൻ യോഗ്യം പോരാ, തമ്പി നീ വീണ്ടും പോൽ പരിപാലിക്ക. അന്നേരം തമ്പിയും അല്ലലോടെ അത്തൽപ്പെട്ടൊരു ദണ്ഡം ഉള്ളിലായി. അമ്പോടെ മൂന്നിനു ബിംബം പോലെ അവോളം തരമുണ്ടേ പേർത്തു ചൊൽവാൻ. മനുഷ്യജാതിക്ക് കപ്പിടുന്നു മലെല്ലാം അതു ചെന്നു കണ്ടാൽ തീരും. മതിപോലും രാജാക്കൾ വാഴും കോയിൽ എന്നെല്ലാം നന്നായി കണ്ടോരാത്മം. തിത്തി തീ ആനന്ദം വരുമാറു മാലാഖമാർ തിരി തര ആകാശേ നിന്നിങ്ങു ലോകം ചേർന്നു. ആചാര ജഡര മടക്കം പോലെ തിരി തരാകയാൽ കൂടി പുതിയുന്നപ്പോൾ ആത്മാവു ജഡരത്തിൽ പൂരിച്ചുടൻ തിരി തരാലസ്യം കൂടാതു ഈർത്തു രാജൻ. കീർത്തിച്ചു വഴി പോലാറിയിച്ചരെ തിരി തര കൃത്യമിതെല്ലാവർക്കും വേണമെന്ന്. ആ വെട്ടോരു മുനിവരൻ തന്നെ കണ്ട് തിരി തര കുമ്പിട്ടു നിന്നവർ കേട്ടും നീക്കി. മൻഗുണമുടയവനരുളാൽ വാനവർ മഹിമയോടെ എത്തിയ നഞ്ഞുടനെ മറുതല നെറികേടുമതിനൊരു തേരതിൽ മംഗലമായവർ പുകീച്ച് കൈക്കൊണ്ടവരൊരു ഞൊടിയളവാൻ ചെന്നറിയിച്ചവർ ചിന്നമലക്ക് കരുണയോടിതു വഴി ചൊൽവതിനഴകാൻ. അങ്ങുമിങ്ങും മന സിതു പരിചയ നലമുടു പലവകിന്നരമഴകാൽ നന്ദിനിയും കളി പലതരമേ തീത്തി താതക തീത്തി താതക തീത്തി താതക തീത്തി നലമുടു പലവകിന്നരമഴകാൽ നന്ദിനിയും കളി പലതരമേ തീത്തി താതക തീത്തി താതക തീത്തി താതക തീത്തി. ഉടമ്പിൽ നിന്നുയരെടുത്ത കാശേ ഉയരവനിരപ്പിടം പുകീച്ചെയ്ത് തിത്തി വച്ച് ധനവിധ മക്കളും അനുദിന മരള വഴിക്ക് നടപ്പവരെ തീത്തി താതക തീത്തി താതക തീത്തി താതക തീത്തി വൻവഴി ഒഴുകി പെരിവെള്ളൻ വഴി തിരുമണ തേടി പുലരാമേ തീത്തി താതക തീത്തി താതക തീത്തി താതക തീത്തി തിത്തതക തിഗതത്താം തിഗതക തിഗതത്താം തകൃതിത്തത്താം തകൃതിന്തത്താം തകൃതിത്തത്താ തിത്താതിവൃതത്തി. 2014 ജൂൺ 25 ഈ ദേവാലയത്തിൻ്റെ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ച് ഒരു മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ വേദപാഠം, മിഷൻ ലീഗ്, തിരുബാലസഖ്യം, KCYM, മാതൃവേദി എന്നീ സംഘടനകൾ ഉണ്ണീശോയുടെ വിളിച്ചാൽ വിളി കേൾക്കുന്ന ഉണ്ണീശോയുടെ കാരുണ്യം കൊണ്ട് വളരെ നന്നായി തന്നെ പ്രവർത്തിച്ചു പോകുന്നു. 1 മുതൽ 12ാം ക്ലാസ് വരെ 40ഓളം കുട്ടികൾ ഇവിടെ മതബോധനം പഠിക്കുന്നുണ്ട്. അവരെ മതബോധനം പഠിപ്പിക്കുന്നതിനായി 12ഓളം അധ്യാപകരും ഇവിടെ ഉണ്ട്. ഈ 12 അധ്യാപകരിൽ 2 സിസ്റ്റേഴ്സും 1 അച്ഛനും കുട്ടികളെ മതബോധനം പഠിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഇവിടെ വിശ്വാസോത്സവം നടത്തുകയുണ്ടായി. ദേവാലയ കുദാശ കർമ്മം നടന്ന് 1 മാസത്തിനകം തന്നെ ഞങ്ങളുടെ ഈ കുഞ്ഞു ഇടവകയിൽ മാതൃവേദിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ ഉണ്ണീശോ ഞങ്ങളെ അനുവദിച്ചു. ഞങ്ങളുടെ പ്രിയപ്പെട്ട വികാരിയച്ഛൻ ഫാദർ മാണി മേൽവെട്ടത്തിൻ്റെയും അസിസ്റ്റൻ്റ് വികാരി ഫാദർ ആൻ്റണി വെട്ടിയാനിക്കലിൻ്റെയും മദർ സുപ്പീരിയറും മാതൃവേദിയുടെ ആനിമേറ്ററുമായ സിസ്റ്റർ ആൽഫിൻ SABSൻ്റെയും മാതൃവേദി ഭാരവാഹികളുടെയും നേതൃത്വത്തിലും അവരുടെ കുടുംബാംഗങ്ങളുടെ സഹകരണത്തോടെയും മാതൃവേദി ഏറ്റവും നല്ല രീതിയിൽ ഇവിടെ അവരുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു വരുന്നു. നിൻ സ്നേഹമെത്രയോ അവർണ്ണനീയം, നിർവ്യാജ സ്നേഹം അവർണ്ണനീയം.
സ്നേഹമെത്രയോ അവർണ്ണനീയം, നിർവ്യാജ സ്നേഹം അവർണ്ണനീയം. നിൻ സ്നേഹമെത്രയോ അവർണ്ണനീയം, നിർവ്യാജ സ്നേഹം അവർണ്ണനീയം. നീചനാമെന്നിൽ പകർന്നതോർക്കുമ്പോൾ നിൻ സ്തുതിയാലെൻ ഹൃദയം കവിയുന്നു, നിൻ സ്തുതിയാലെൻ ഹൃദയം കവിയുന്നു. ഉത്തുംഗ ശൃംഗത്തിൻ ഉയരങ്ങളോടോ നീലവിഹായസിൻ വിസ്തൃതിയോടു, ഉത്തുംഗ ശൃംഗത്തിൻ ഉയരങ്ങളോടോ നീലവിഹായസിൻ വിസ്തൃതിയോടു, ഏതിനോടുപമിക്കും നിൻ ദിവ്യ സ്നേഹം. നിനക്കു തുല്യൻ നീ മാത്രമല്ലോ, നിനക്കു തുല്യൻ നീ മാത്രമല്ലോ. നിൻ സ്നേഹമെത്രയോ അവർണ്ണനീയം, നിർവ്യാജ സ്നേഹം അവർണ്ണനീയം. അറിവിനാൽ അളക്കുവാൻ അത്യഗാധം, അനുഭവിച്ചറിയുമ്പോൾ നിത്യാനന്ദം. അറിവിനാൽ അളക്കുവാൻ അത്യഗാധം, അനുഭവിച്ചറിയുമ്പോൾ നിത്യാനന്ദം. ആരാഞ്ഞറിയുവാൻ നിത്യതയും പോരാ, അത്ഭുതമാമാ സ്നേഹം നിന്ദാനം, അത്ഭുതമാമാ സ്നേഹം നിന്ദാനം. ഉത്തുംഗ ശൃംഗത്തിൻ ഉയരങ്ങളോടോ നീലവിഹായസിൻ വിസ്തൃതിയോടു, ഉത്തുംഗ ശൃംഗത്തിൻ ഉയരങ്ങളോടോ നീലവിഹായസിൻ വിസ്തൃതിയോടു, ഏതിനോടുപമിക്കും നിൻ ദിവ്യ സ്നേഹം. നിനക്കു തുല്യൻ നീ മാത്രമല്ലോ, നിനക്കു തുല്യൻ നീ മാത്രമല്ലോ. നിൻ സ്നേഹമെത്രയോ അവർണ്ണനീയം, നിർവ്യാജ സ്നേഹം അവർണ്ണനീയം. പാപങ്ങൾ ചുമന്നൊഴിപ്പാ പരലോകം വിട്ടു നീ ഭൂവിൽ വന്നു. പാരിൻ്റെ പാപങ്ങൾ ചുമന്നൊഴിപ്പാ പരലോകം വിട്ടു നീ ഭൂവിൽ വന്നു. പാപം വെറുത്തിട്ടും പാപിയെ സ്നേഹിച്ച പാവനമാം നിൻ സ്നേഹം എത്ര ശ്രേഷ്ഠം, പാവനമാം നിൻ സ്നേഹം എത്ര ശ്രേഷ്ഠം. ഉത്തുംഗ ശൃംഗത്തിൻ ഉയരങ്ങളോടോ നീലവിഹായസിൻ വിസ്തൃതിയോടു, ഉത്തുംഗ ശൃംഗത്തിൻ ഉയരങ്ങളോടോ നീലവിഹായസിൻ വിസ്തൃതിയോടു, ഏതിനോടുപമിക്കും നിൻ ദിവ്യ സ്നേഹം. നിനക്കു തുല്യൻ നീ മാത്രമല്ലോ, നിനക്കു തുല്യൻ നീ മാത്രമല്ലോ. നിൻ സ്നേഹമെത്രയോ അവർണ്ണനീയം, നിർവ്യാജ സ്നേഹം അവർണ്ണനീയം.
നിൻ സ്നേഹമെത്രയോ അവർണ്ണനീയം, നിർവ്യാജ സ്നേഹം അവർണ്ണനീയം. നീചനാമെന്നിൽ പകർന്നതോർക്കുമ്പോൾ നിൻ സ്തുതിയാലെൻ ഹൃദയം കവിയുന്നു, നിൻ സ്തുതിയാലെൻ ഹൃദയം കവിയുന്നു, നിൻ സ്തുതിയാലെൻ ഹൃദയം കവിയുന്നു.